ഹായ് ഫ്രണ്ട്സ്, ഒന്നാം ക്ലാസ്സിലെ സൺഡേ കാറ്റിസം ആനുവൽ എക്സാമിൻ്റെ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് നമുക്ക് നോക്കാം. ചാപ്റ്റർ 9 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബാലനായ ഈശോ ജീവിച്ചിരുന്നത് എവിടെ, ആരോടൊപ്പം? ആൻസർ, ബാലനായ ഈശോ ജീവിച്ചിരുന്നത് നസ്രത്ത്. ആരോടൊപ്പമാണ് ജീവിച്ചിരുന്നത്? അമ്മയോടും വളർത്തുപിതാവായ ഔസേപ്പിനോടും ഒപ്പം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാലനായ ഈശോ വളർന്നു വന്നത് എങ്ങനെ? ആൻസർ, ബാലനായ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചും ജോലികളിൽ അവരെ സഹായിച്ചും ദൈവത്തിനും മനുഷ്യനും ഇഷ്ടമുള്ളവനായി വളർന്നു വന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാം ആരെ അനുസരിക്കുന്നതാണ് ഈശോയ്ക്കിഷ്ടം? ആൻസർ, മാതാപിതാക്കളെയും മുതിർന്നവരെയും. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാതാപിതാക്കളെ ഏതെല്ലാം കാര്യങ്ങളിൽ ഞാൻ സഹായിക്കും? നിങ്ങൾ വീട്ടിൽ സഹായിക്കുന്ന 4 കാര്യങ്ങൾ എഴുതണം കേട്ടോ. വീട് വൃത്തിയാക്കാനും ചെടികൾ നനയ്ക്കാനും ബെഡ്ഷീറ്റ് വിരിക്കാനും പുസ്തകങ്ങൾ അടുക്കി വയ്ക്കാനും അങ്ങനെ എന്തെങ്കിലും 4 കാര്യങ്ങൾ എക്സാമിന് ടീച്ചർ ചോദിക്കുമ്പോൾ പറയണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മനഃപ്പാഠമാക്കുക വചനമാണ് ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. 10ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആരോടൊപ്പമാണ് ഈശോ ദേവാലയത്തിൽ പോയിരുന്നത്? ആൻസർ, മാതാപിതാക്കളോടൊത്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനാണ് ഈശോ ദേവാലയത്തിൽ പോയിരുന്നത്? ആൻസർ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവവചനം കേൾക്കാൻ, തിരുനാളുകളിൽ പങ്കുചേരാൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം വസിക്കുന്ന ഭവനമാണ്? ആൻസർ, ദേവാലയം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബ്രാക്കറ്റിൽ നിന്നും പൂരിപ്പിക്കുക. സ്തുതിക്കും, കേൾക്കും, പ്രാർത്ഥിക്കും എന്നിവ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ ദൈവത്തെ, ബ്രാക്കറ്റിൽ നിന്ന് ഏതാണ് എഴുതേണ്ടത്? സ്തുതിക്കും. രണ്ടാമത്തെ, ദൈവവചനം കേൾക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ശരിയായത് ബ്രാക്കറ്റിൽ നിന്നും ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറോട് പറയണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഇടവക പള്ളിയുടെ പേര്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സങ്കീർത്തനം 150:1 വചനം പറയാനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടത്തെ സ്തുതിക്കുവിൻ. ചാപ്റ്റർ 11 നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ഡാഷിൻ്റെ പുത്രനാണ്? ആൻസർ, ദൈവത്തിൻ്റെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്? ആൻസർ, ദൈവത്തിൻ്റെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ഡാഷ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഡാഷിൻ്റെ രൂപത്തിൽ വന്നു? ഈശോ മാമുദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു. വിട്ടുപോയോടുത്ത് മാമുദീസ, പ്രാവിൻ്റെ എന്നിവ പറയണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാമുദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം ഈശോയെക്കുറിച്ച് പറഞ്ഞതെന്ത്? ആൻസർ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:17. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ മാമുദീസ സ്വീകരിച്ചത് ഏത് നദിയിൽ വെച്ചാണ്? ആൻസർ, യോർദാൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈശോ ദൈവത്തിൻ്റെ ഡാഷ്? ആൻസർ, പ്രിയപുത്രൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മാമുദീസയിലൂടെ നാം ഡാഷ് ആയിത്തീരുന്നു? ആൻസർ, ദൈവമക്കളായിത്തീരുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ നാമത്തിലാണ് നാം മാമുദീസ സ്വീകരിക്കുന്നത്? ആൻസർ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ചെറിയ കുരിശടയാളം വരയ്ക്കുക. ചെറിയ കുരിശടയാളം കുട്ടികളെ വരയ്ക്കാൻ പഠിപ്പിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, അത് പറയാനായിട്ട് പഠിപ്പിക്കണം. 10ാമത്തെ ക്വസ്റ്റ്യൻ, മാമുദീസ പേര് പറഞ്ഞു കൊടുക്കണം. 11ാമത്തെ ക്വസ്റ്റ്യൻ, തൃത്വസ്തുതി ചൊല്ലുക. ആൻസർ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ചാപ്റ്റർ 12 നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അമ്മമാർ കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നത് എന്തിനാണ്? ആൻസർ, തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കുന്നതിനായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന അമ്മമാരെ ആരാണ് തടഞ്ഞത്? ആൻസർ, ശിഷ്യന്മാർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, ആര് ആരോട് പറഞ്ഞു? ആൻസർ, ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു.
നാലാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ കുഞ്ഞുങ്ങളെയും ഡാഷ് സ്നേഹിക്കുന്നു. ആൻസർ ഈശോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാപ്റ്റർ 13 തൊട്ട് 15 വരെയുള്ളത് പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം.